ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറീസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മലയാളം സാഹിത്യത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഗ്രി പ്രിലിംസിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയതാര്? മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയതാര്? എസ്.കെ. പൊറ്റക്കാട്. കുന്നത്ത് ഈശോ മത്തായിയുടെ തൂലികാനാമം പാറപ്പുറത്ത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെട്ടിരുന്ന പേര്? കേസരി. കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത്? ജി. ശങ്കരക്കുറുപ്പ്. തകഴിയുടെ ഏറ്റവും വലിയ നോവൽ? കയർ. മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയിത്രി? സിസ്റ്റർ മേരി മെഡിഞ്ഞ. താഴെ പറയുന്നവയിൽ യാത്രാ വിവരണമല്ലാത്തതേത്? ഭാരത പര്യടനം. ഉണരുന്ന ഉത്തരേന്ത്യ, കാപ്പിരികളുടെ നാട്ടിൽ, ബിലാത്തി വിശേഷമൊക്കെ യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുന്ന കേട്ടോ. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ നോവലിസ്റ്റ്? തകഴി. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? ബോധേശ്വരൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം? വീണപൂവ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാൽ. ആരുടേതാണ് ഈ വരികൾ? വള്ളത്തോൾ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി. കുഞ്ഞിരാമൻ നായർ. ബദറുൽ മുനീർ എന്ന ഖണ്ഡകാവ്യം രചിച്ചതാര്? മൊയിൻകുട്ടി വൈദ്യർ. വൃത്താന്ത പത്രപ്രവർത്തന ആരുടെ കൃതിയാണ്? സ്വദേശാഭിമാനി കെ. രാമകൃഷ്ണപിള്ള. ക്ഷീരമുള്ള രകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പാടിയത്? കുഞ്ചൻ നമ്പ്യാർ. രൂപഭദ്രതാ സിദ്ധാന്തത്തിൻ്റെ അവതാരകനാര്? ജോസഫ് മുണ്ടശ്ശേരി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. ആരുടെ വരികളാണിവ? കുഞ്ചൻ നമ്പ്യാർ. മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണ്? എസ്. ഗുപ്തൻ നായർ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ്? വള്ളത്തോൾ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതി തുടങ്ങിയത്? കുഞ്ഞുണ്ണി. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ? ഭാസ്കരമേനോൻ. അഞ്ജന ശ്രീധര ചാരുമൂർത്തികൃഷ്ണ അഞ്ജലി കുപ്പി വണങ്ങിടുന്നേ രചിച്ചതാര്? പൂന്താനം. വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു രചിച്ചതാര്? ഡോക്ടർ ഡി. ബാബു പോൾ. മലയാളത്തിൻ്റെ ആദ്യ കവി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിശേഷണത്തിന് അർഹനായതാര്? ചീരാമകവി. നാരായണീയം രചിച്ചതാര്? മേൽപ്പത്തൂർ. കേരളത്തിൻ്റെ ഏലിയറ്റ് എന്ന് വിശേഷിക്കപ്പെടുന്ന മലയാള കവി? എൻ. കക്കാട്. മലയാളത്തിലെ സന്ദേശ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായതേത്? ഉണ്ണുനീലി സന്ദേശം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ല സുഖപ്രദം എന്ന് എഴുതിയ കവി? അക്കിത്തം. കേരളം വളരുന്നു എന്ന കവിതാ സമാഹാരം രചിച്ചത്? പാലാ നാരായണൻ നായർ. പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യ മലയാള കവി? വള്ളത്തോൾ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചത്? EMS. നന്ദനാർ എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര്? PC ഗോപാലൻ. സാഹിത്യമഞ്ജരി രചിച്ചതാര്? വള്ളത്തോൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഭാഷാപോഷിണി സഭയുടെ മുൻഗാമി? കവിസമാജം. പുരാണിക് എൻസൈക്ലോപീഡിയയുടെ കർത്താവ്? വെട്ടം മാണി. ചെറുപ്പകാലങ്ങളിലുള്ളൊരു ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ആരുടെ വരികളാണിവ? കുഞ്ചൻ നമ്പ്യാർ. ഐതിഹ്യമാലയുടെ കർത്താവ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കള്ളിച്ചെല്ലമ്മ എന്ന നോവൽ എഴുതിയത്? ജി. വിവേകാനന്ദൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയതാര്? രാമപുരത്തു വാര്യർ. ജ്ഞാനപ്പാന രചിച്ചത്?
പൂന്താനം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് മലയാള സാഹിത്യത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.